ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ എഗ് റൈസ്, പച്ചമുട്ട ചോറ്, പിന്നെ ബാച്ചിലേഴ്സിനും സ്കൂൾ കുട്ടികൾക്കും പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ലഞ്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതുപോലെ 2-3 വെളുത്തുള്ളി. ഇത് വലുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ എടുത്തോളി. പിന്നെ ഒരു ചെറിയ വലിയ ഉള്ളിയുടെ കഷ്ണം, വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിലും അതൊരു 5-8 എണ്ണം അതെടുത്താൽ മതി. പിന്നെ മല്ലിച്ചപ്പിൻ്റെ കൂടെ പുതിന ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പം എല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. എന്നിട്ട് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നന്നായി വാടുമ്പോൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടികൾ. അപ്പോൾ ഇത് നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് മുട്ട കുക്കായി വെന്ത് വരുമ്പോൾ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് 2 കപ്പ് ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഇതൊക്കെ വാട്ടിയെടുക്കേണ്ടത്. ഇനി കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചോറിട്ട് കൊടുത്തല്ലോ അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് അളവിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കറിവേപ്പില, 2 മല്ലിച്ചപ്പ് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. വേറെ കറികളോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അപ്പോൾ ഇത്രയാണ് കേട്ടോ. അതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.